ഹരേ കൃഷ്ണ. നമുക്കിനി 7ാമത്തെ ശ്ലോകം നോക്കാം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാ ധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഹൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. ഓം നമോ നാരായണായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു ശ്ലോകത്തിൽ നമ്മളെല്ലാ ശ്ലോകത്തിൻ്റെ ഒടുവിൽ ഓം നമോ നാരായണായ പറഞ്ഞിരുന്നു. 7ാമത്തെ ശ്ലോകം വരാഹമൂർത്തിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ ഒരു സർവത്ര കൂടിയുണ്ട്. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. കിഞ്ചോത്തരേഷു, കിം ച ഉത്തരേഷു, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കിഞ്ചോത്തരേഷു. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്കു ഭാഗം. കിഞ്ചോത്തരേഷു. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഹിരണ്മയം എന്ന് പറയുന്ന വർഷത്തിൻ്റെയും ഉത്തരഭാഗത്ത് വടക്കു ഭാഗത്തായിട്ട് കുരുഷു, കുരു എന്ന് പറയുന്ന വർഷത്തിൽ, ഈ കുരു എന്നിവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഉത്തരകുരു എന്നാണ് ആ വർഷത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ആ ഉത്തരകുരു എന്ന് പറയുന്ന വർഷത്തിൽ പ്രിയയ എന്ന് പറഞ്ഞാൽ തനിക്ക് പ്രിയപ്പെട്ടവളായിട്ടുള്ള ധരണ്യ, ധരണി എന്നാൽ ഭൂമിദേവി, തൻ്റെ പ്രിയപ്പെട്ടവളായിട്ടുള്ള ഭൂമിദേവിയും സംസേവിതോ, സംസേവിത എന്ന് പറഞ്ഞാൽ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നതും മഹിതമന്ത്രനുതി പ്രഭേദൈ, മഹിത മന്ത്രനുതി പ്രഭേദൈ. മഹിത എന്ന് പറഞ്ഞാൽ വളരെ മഹിമയാർന്ന വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടും നുതി, നുതി എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള പ്രഭേദ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വളരെ വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ടും നുതികളെ കൊണ്ടും എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങളെ കൊണ്ടും സദാ സേവിച്ചു കൊണ്ടിരിക്കുന്ന ദംഷ്ട്രാഗ്രഹൃഷ്ട ഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മ. ദംഷ്ട്രാഗ്ര, ദംഷ്ട്രത്തിൻ്റെ അറ്റത്ത്, ദംഷ്ട്രാഗ്ര ഘൃഷ്ട എന്ന് പറഞ്ഞാൽ ആ ദംഷ്ട്രകളുടെ അറ്റം കൊണ്ട്, ഘൃഷ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊടുക, സ്പർശിക്കുന്ന വിധത്തിലിരിക്കുന്നതായിട്ടുള്ള ഘനപൃഷ്ഠ. ഇവിടെ ഈ ഘനം എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ്. ഘനപൃഷ്ഠ എന്ന് പറഞ്ഞാൽ ആ മേഘങ്ങളെയൊക്കെ ചെന്ന് മുട്ടുന്നതായിട്ട്. അപ്പോൾ ആ രീതിയിൽ അത്രമാത്രം മേഘങ്ങളെയൊക്കെ ചെന്ന് ആ ദംഷ്ട്രകളുടെ അറ്റം ചെന്ന് മേഘങ്ങളെയൊക്കെ തൊടുന്നതായിട്ട്, മുട്ടി ഒരുമി ഇരിക്കുന്നതായിട്ട് തോന്നുന്ന ഗരിഷ്ഠവർഷ്മ, വളരെ ഭീമാകാര സ്വരൂപിയായിരിക്കുന്ന അലയോ ഭഗവാനെ, അങ്ങനെ ഉള്ള അവിടുന്ന് ത്വം, അലയോ ഭഗവാനെ അവിടുന്ന് പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കണമേ. വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ, വിജ്ഞനുത എന്ന് പറഞ്ഞാൽ ജ്ഞാനികളാൽ വളരെയേറെ വിജ്ഞനുത, നുതി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞു സ്തുതിക്കുക അല്ലേ. അപ്പോൾ വളരെ ജ്ഞാനികളായിട്ടുള്ളവരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലയോ യജ്ഞവരാഹമൂർത്തേ, യജ്ഞവരാഹസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണമേ. അപ്പോൾ ഇവിടെ പറയുകയാണ് ഹിരൺമയത്തിൻ്റെയും, നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ ഹിരൺമയം എന്ന് പറയുന്ന വർഷത്തിൻ്റെയും വടക്ക് ഭാഗത്തായിട്ട്
ഉത്തരകുരു എന്ന് പറയുന്ന ഖണ്ഡത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളെ, കാരണം ഒരിക്കൽ ഈ ഭൂമിദേവി നമ്മൾ 12ാമത്തെ ദശകത്തിൽ കണ്ടിരുന്നു അല്ലേ, വരാഹാവതാരത്തിലാണ്. ഒരിക്കൽ ഭൂമിദേവി സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അസുരൻ നമുക്ക് ഹിരണ്യാക്ഷനാൽ അപഹരിക്കപ്പെട്ടുകൊണ്ടുപോയ ആ ഭൂമിദേവിയെ സമുദ്രത്തിനടിയിൽ നിന്നും എടുത്തുയർത്തിക്കൊണ്ടുവന്ന അല്ലയോ ആ വരാഹമൂർത്തി സ്വരൂപമായിട്ടുള്ള ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, അവിടുത്തെ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ആ ഭൂമിദേവിയാൽ ഈ ഉത്തരഗുരു എന്ന് പറയുന്ന വർഷത്തിൽ അതേ വരാഹരൂപത്തിൽ തനിക്ക് രക്ഷകനായി വന്നത് ഏതൊരു ഭാവത്തിലാണോ ആ ഭാവത്തിൽ തന്നെ ഭഗവാനെ അവിടുത്തെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതും എങ്ങനെ നാനാപ്രകാരത്തിലുള്ള മന്ത്രങ്ങളാലും സ്തുതികളാലുമൊക്കെ അവിടുത്തെ സ്തോത്രങ്ങളാലുമൊക്കെ സദാ അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉത്തരഗുരു എന്ന് പറയുന്ന വർഷത്തിൽ കുടികൊള്ളുന്ന അല്ലയോ ഭഗവാനെ യജ്ഞവരാഹമൂർത്തിയായി വാഴുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പ, അവിടുന്ന് രക്ഷിക്കണമേ. അവിടുത്തെ ആകട്ടെ ജ്ഞാനികളൊക്കെ ഇങ്ങനെ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവിടുത്തെ ഈ ഒരു ഭീമാകാരമായ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന അവിടുത്തെ കണ്ടിട്ട് ഭയമല്ല ജ്ഞാനികൾക്ക് തോന്നുന്നത്, മേഘത്തെപ്പോലും ചെന്ന് തൊട്ടുരുമുന്നതായി തോന്നുന്ന വളരെ വലിയ ശരീരത്തോടു കൂടിയിരിക്കുന്ന, ഭീമാകാര ശരീരത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ വരാഹമൂർത്തിയായ ഭഗവാനെ അവിടുത്തെ കാണുമ്പോൾ ജ്ഞാനികളൊക്കെ തിരിച്ചറിയുന്നു. കാരണം സാക്ഷാൽ ഭൂമിദേവിയെ തന്നെ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും എത്ര വലിയ അസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയാലും ആ അസുരനിൽ നിന്നും ഏത് സമുദ്രത്തിൻ്റെ അടിയിലായിരുന്നാൽ പോലും അവിടെ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന അല്ലയോ ഭഗവാനെ, അവിടത്തേക്ക് മാത്രമേ സജ്ജനങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ ഭഗവാനെ, അവിടുത്തെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ ഭഗവാനെ. അതുകൊണ്ട് തന്നെ ജ്ഞാനികൾ അവിടുത്തെ അങ്ങനെ സദാ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു ഭഗവാനെ. അവർക്കും ആശ്രയം ഭഗവാനെ അവിടുന്ന് തന്നെയാണ്, അവിടുത്തെ ഈ പാദങ്ങൾ തന്നെയാണ് ഭഗവാനെ. അവരും സദാ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, ഈ കലിയുഗത്തിൽ അവിടുത്തെ ഭക്തരായിട്ടുള്ള ഞങ്ങളെയും ഒക്കെ അവിടുന്ന് കാത്തുരക്ഷിക്കണമേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അവിടുന്ന് അല്ലാതൊരു ശരണമില്ല ഭഗവാനെ, കാത്തുകൊള്ളണമേ നാരായണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഹൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുതയജ്ഞവരാഹമൂർത്തേ. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മഹിതമന്ത്രനുതി പ്രഭേദൈ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ മഹിതമന്ത്രനുതി പ്രഭേദൈ, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ദംഷ്ട്രാഗ്രഹൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മ, അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ദംഷ്ട്രാഗ്രഹൃഷ്ടഘനപൃഷ്ഠ, ഠായൊക്കെ ഖരാക്ഷരമാണ്, അത് നല്ല ശക്തിയിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക, കട്ടിയായിട്ട് വായിക്കുക. ഗരിഷ്ഠവർഷ്മ, അതുമൊക്കെ ശ്രദ്ധിക്കുക എന്ന്. പിന്നെ അടുത്തത് വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ, അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മൂന്നാമത്തെ വരിയാവാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. നല്ല ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഭഗവാനെ അവിടുത്തെ ഒരു കൃപ കൊണ്ടാണ് നമുക്കൊക്കെ വായിക്കാൻ കഴിയുന്ന നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും, നാരായണീയം പഠിക്കുന്ന എല്ലാവർക്കും നന്നായി വായിക്കുവാനുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ നമ്മളിനിയും വീണ്ടും ഇളാവൃത വർഷത്തിൻ്റെ തെക്കുഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ വടക്കു ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ പല ഭാഗങ്ങളിലെ നമ്മൾ ഓരോരോ വർഷങ്ങൾ കണ്ടു. ഇനിയും വീണ്ടും ഇളാവൃതത്തിൻ്റെ തെക്കുഭാഗത്തായിട്ട്
യാം യാം ദിശം വളരെ ദക്ഷിണ ഭാഗത്തായിട്ട്. ഇളാവൃതത്തിൻ്റെ തെക്ക് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിരുന്നു ഹരിവർഷം എന്ന് പറയുന്ന വർഷമാണ്. ആ ഹരിവർഷത്തിൻ്റെയും തെക്കു ഭാഗത്തായിട്ട്. ഇപ്പോൾ ഓരോരോ ആ ഇളാവൃതം എന്ന നടുക്കുള്ള സെൻറ്ററിലുള്ള ആ ഒരു വർഷത്തിൻ്റെ ചുറ്റിനുമുള്ള വർഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഇളാവൃതത്തിൻ്റെ നേരെ ദക്ഷിണ ഭാഗത്തായിട്ട് തെക്കു ഭാഗത്തായിട്ട് ഹരിവർഷം എന്ന് പറയുന്ന വർഷം, അതിൻ്റെയും തെക്കു ഭാഗത്ത്, ആ ഹരിവർഷത്തിൻ്റെയും തൊട്ട് തെക്കു ഭാഗത്തായിട്ട് ഭജതി എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നു. കിം പുരുഷാഖ്യവർഷേ, കിംപുരുഷ ആഖ്യം എന്ന് പറഞ്ഞാൽ കിംപുരുഷം എന്ന് പേരുള്ളതായിട്ടുള്ള വർഷത്തിൽ. അപ്പോൾ കിംപുരുഷം എന്ന് പറയുന്ന വർഷത്തിൽ സംസേവിതോ ഹനുമത, സംസേവിത എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടുന്നവനായി കുടികൊള്ളുന്ന ഹനുമത, ആരാൽ? സാക്ഷാൽ ശ്രീ ഹനുമൽ സ്വാമിയാൽ സേവിക്കപ്പെടുന്നവനായി കുടികൊള്ളുന്ന ആ അടുത്തത് ഹനുമൽ സ്വാമിയുടെ ഒരു വിശേഷണവും കൂടി ചേർക്കാൻ മറന്നില്ല. ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്താ പറഞ്ഞേ? ദൃഢഭക്തിഭാജ, വളരെ ഉറച്ച ദൃഢമായിട്ടുള്ള ഭക്തിഭാജ, ഭക്തിയോടുകൂടിയവനായിട്ടുള്ള സാക്ഷാൽ ശ്രീ ഹനുമൽ സ്വാമിയാൽ ഭജിക്കപ്പെടുന്നവനായി കിംപുരുഷം എന്ന് പറയുന്ന വർഷത്തിൽ, ഇളാവൃതത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ഹരിവർഷം എന്ന് പറയുന്ന വർഷത്തിൻ്റെയും തെക്കുഭാഗത്തുള്ളതായിട്ടുള്ള കിംപുരുഷ വർഷത്തിൽ കുടികൊള്ളുന്ന അല്ലയോ സീതാഭിരാമ പരമാത്ഭുത രൂപശാലി, സീതാഭിരാമ അല്ലയോ ഭഗവാനെ, സാക്ഷാൽ സീതാദേവിക്ക് അഭിരാമസ്വരൂപനായി ചേതോമോഹനനായി കുടികൊള്ളുന്ന പരമാത്ഭുത രൂപശാലി, പരമാത്ഭുത സ്വരൂപനായ അത്യാശ്ചര്യകരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവനായി എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ സ്വരൂപം അത്യത്ഭുതകരമാണ്, അതിമനോഹരമാണ്. സീതാദേവി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ലക്ഷ്മി ദേവിയുടെ അംശമാണ്. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ നിറകുടമാണ് സീതാദേവി എന്ന് പറയുന്നത്. ആ സീതാദേവിയെ പോലും മോഹിപ്പിക്കുന്നതായിട്ടുള്ള അത്രമാത്രം ആ ഒരു അഭിരാമസ്വരൂപിയായിരിക്കുന്ന, മനസ്സിനെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള, അത്യാശ്ചര്യകരമായിട്ടുള്ള ചേതോമോഹനനായി കുടികൊള്ളുന്ന അല്ലയോ ആര്? രാമാത്മക അല്ലയോ ഭഗവാനെ, ശ്രീരാമചന്ദ്ര ഭഗവാനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, പരിലസൻ പരിപാഹി വിഷ്ണു, പരിലസൻ, അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സ്വരൂപത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള, പരിലസിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, പരിപാഹി വിഷ്ണു അല്ലയോ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ, അവിടുന്ന് പരിപാഹി, പരിപാലിക്കണമേ, ഈ വിശ്വത്തെ മുഴുവൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് അത്യത്ഭുതകരമായിട്ടുള്ള സീതാദേവിയെപ്പോലും മോഹിപ്പിക്കുന്നതായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപം പൂണ്ട് ആ ശ്രീരാമചന്ദ്ര അവതാരത്തിലും ഭക്തർക്കൊക്കെ ധാരാളം അനുഗ്രഹത്തെ നൽകിയ, ഭക്തരെ സംരക്ഷിച്ച ഭഗവാനെ, അവിടുന്ന് ഈ കിംപുരുഷം എന്ന് പറയുന്ന വർഷത്തിൽ അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, ദൃഢഭക്തിയുള്ളവനായിട്ടുള്ള ആ സാക്ഷാൽ ഹനുമൽ സ്വാമിയാൽ പരിസേവിതനായി കുടികൊള്ളുന്ന അല്ലയോ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി, അവിടുന്ന് ഞങ്ങളെയും കാത്തുരക്ഷിക്കണമേ. ഇവിടെ സീതാഭിരാമനായി കുടികൊള്ളുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ കിംപുരുഷം എന്ന് പറയുന്ന വർഷത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയോടൊപ്പമാണ് കുടികൊള്ളുന്നത്. എങ്ങനെ? സാക്ഷാൽ ഹനുമൽ സ്വാമിയാൽ സേവിതനായിട്ട്. അങ്ങനെയുള്ള ആ കിംപുരുഷ വർഷത്തിൽ കുടികൊള്ളുന്ന ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും
സാക്ഷാൽ ഭഗവാനിൽ നിന്നും ലക്ഷ്മി ദേവിയിൽ നിന്നും ഭിന്നരല്ലാത്തത് കൊണ്ട് തന്നെ, കാരണം അവരുടെയൊക്കെ തന്നെ ഒരു അംശം തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമാണ് നമ്മൾ പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. എന്നിരുന്നാലും പൂർണ്ണാവതാരം അല്ലെങ്കിൽ പോലും ആ ശ്രീരാമചന്ദ്ര സ്വാമിയെയും സീതാദേവിയെയും ഈ കിംപുരുഷ വർഷത്തിൽ ശ്രീ ഹനുമൽ സ്വാമി സദാ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ആ ഒരു ആകാര സൗഷ്ഠവത്തെ കൂടി ഒന്ന് എടുത്തു പറഞ്ഞു. ഹനുമൽ സ്വാമിയുടെ ഭക്തിയെ വർണ്ണിച്ച അതേ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇതേ ശ്ലോകത്തിൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ആ ഒരു ശരീരകാന്തിയെയും കൂടി ഒന്ന് വർണ്ണിച്ചുകൊണ്ടാണ് അപേക്ഷിച്ചത്, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. ഓം നമോ നാരായണായ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ വരിയിൽ യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ, ചില പുസ്തകങ്ങളിൽ കിം എന്ന് വേറെ കൊടുത്തിട്ട് പുരുഷാഖ്യവർഷേ എന്ന് വേറെ വാക്കായി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, അത് ചേർത്ത് തന്നെ വായിക്കുക. കിം പുരുഷം എന്നുള്ളതാണ് വർഷത്തിൻ്റെ പേര്. അങ്ങനെ ചേർത്തല്ല കൊടുത്തിരിക്കുന്നെങ്കിൽ പോലും അത് ചേർത്ത് എഴുതിക്കൊണ്ട് ചേർത്ത് വായിക്കുക. കിംപുരുഷാഖ്യ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന എന്ന് പേരുള്ളതായിട്ടുള്ള വർഷത്തിൽ. ഇനി അടുത്തത് പരമാത്ഭുത രൂപശാലി. അതൊക്കെ മലയാളവുമായി സാമ്യമുള്ളതായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വരില്ല എന്ന് കരുതുന്നു. ഇതിത്രയാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.